ചന്ദ്രമണ്ഡലം താഴെ ചൊവ്വാമണ്ഡലത്തിനു കീഴിലായി സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ചന്ദ്രമണ്ഡലം. കാൽപ്പനികത, സമാധാനം, സാങ്കല്പിക കാര്യങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ചുള്ള സൂചനകൾ ഈ മണ്ഡലം നൽകുന്നു. നല്ല ഫലങ്ങൾ കാണിക്കുന്ന കൈയിലെ പുഷ്ടിപ്പെട്ട ചന്ദ്രമണ്ഡലം ശുഭ സൂചകമാണ്. എന്നാൽ ദോഷങ്ങൾ നിറഞ്ഞ കൈയിലെ പുഷ്ടിപ്പെട്ട ചന്ദ്രമണ്ഡലം ആ ദോഷങ്ങളെ ഇരട്ടിപ്പിക്കുന്നു. ചന്ദ്രമണ്ഡലം കൂടുതലായും മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് സൂചനകൾ നൽകുന്നത്. പ്രേമകാര്യങ്ങൾ, സമാധാനം, ഭാവനാവിലാസം തുടങ്ങിയവയാണ് ഏറെയും. ഈ മണ്ഡലം വിസ്തൃതവും പുഷ്ടിപ്പെട്ടതുമാണെങ്കിൽ കൃത്യമായ ബുദ്ധി, ഓർമ്മശക്തി, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ മികവ്, വ്യാപാര വിജയം തുടങ്ങിയവ ഫലങ്ങളാണ്. കൈവെള്ളയിലെ ശിരോരേഖയുമായി ബന്ധപ്പെടുത്തിയാണ് ചന്ദ്രമണ്ഡലത്തിൻ്റെ ഫലപ്രാപ്തി കണക്കാക്കുന്നത്. ശിരോരേഖ ദീർഘവും തെളിവുള്ളതുമായിരുന്നാൽ മനഃശക്തിയും വിജയസാധ്യതകളും വർദ്ധിക്കുന്നതിനു പുറമെ പ്രവർത്തിക്കുന്ന മേഖലകളിൽ സമാധാനപൂർണമായ ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുമെന്ന് പറയാം. എന്നാൽ ശിരോരേഖ മുറിഞ്ഞതും അവ്യക്തവുമാണെങ്കിൽ സമാധാനപരമായ ജീവിതം എന്നും ഇവർക്ക് അകലെയായിരിക്കും. ചന്ദ്രമണ്ഡലത്തിൽ നെറുകെ ഒരു വര ഉണ്ടാകുന്നത് പലവിധ കഷ്ടനഷ്ടങ്ങൾക്കിടയാക്കുന്നു. ചന്ദ്രമണ്ഡലത്തിൽ തലങ്ങും വിലങ്ങുമായി ഏതാനും ചെറുരേഖകൾ കാണുന്നത് കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും ഉറക്കമില്ലായ്മയെയും സൂചിപ്പിക്കുന്നു. ചന്ദ്രമണ്ഡലത്തിൽ കാണുന്ന വൃത്തം വെള്ളത്തിൽ വെച്ച് ഉണ്ടാകുന്ന മരണത്തെ സൂചിപ്പിക്കുന്നു. മണ്ഡലത്തിൽ ഒരു ത്രികോണം കണ്ടാലും ഇതുതന്നെയാണ് സ്ഥിതി. ചന്ദ്രമണ്ഡലത്തിൽ സൂര്യരേഖ തെളിഞ്ഞു കടന്നാൽ അത്തരക്കാർക്ക് കവിഹൃദയമുണ്ടെന്ന് പറയാം. സാഹിത്യം, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ അവർക്ക് വിജയമുണ്ടാകുന്നതാണ്. ചന്ദ്രനിൽ കാണുന്ന ചതുരചിഹ്നം പല ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള മോചനത്തെ സൂചിപ്പിക്കുന്നു. ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ഒരു ചെറുരേഖ ഭാഗ്യരേഖയുടെ അടുത്തുവരെ നീണ്ടു കിടക്കുന്നത് കടൽ കടന്നുള്ള യാത്രയെ സൂചിപ്പിക്കുന്നു. വിദേശവാസം നടത്തുന്ന മിക്കവരിലും ഈ രേഖ ഉണ്ടാകും. ചന്ദ്രമണ്ഡലത്തിൽ കുരിശ് അന്ധവിശ്വാസങ്ങളെയും വിവിധ രോഗങ്ങളെയും സൂചിപ്പിക്കുന്നു. മണ്ഡലത്തിൽ നിരവധി ചെറുരേഖകൾ കാണപ്പെടുന്നത് പ്രമേഹം, മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് ഇടയാക്കും. ഇതേ അനുഭവം ചന്ദ്രമണ്ഡലത്തിലെ അടിഭാഗത്ത് കുരിശടയാളം കണ്ടാലും ഉണ്ടാകും. ചന്ദ്രമണ്ഡലത്തിൻ്റെ ഒത്ത മധ്യത്തിൽ കുരിശടയാളം വരുന്നത് രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണമാണ്. ചന്ദ്രമണ്ഡലത്തിൽ ത്രികോണം കാണുന്നത് ഭാവന ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. സാഹിത്യകാരന്മാർ, ചലച്ചിത്ര പ്രവർത്തകർ, ദൃശ്യകലാപ്രവർത്തകർ, ചിത്രകാരന്മാർ, ശില്പികൾ തുടങ്ങിയവരിൽ ഈ ഗുണഗണങ്ങൾ കാണാൻ കഴിയുന്നു. ചന്ദ്രമണ്ഡലം പൊതുവിൽ ഒരു വ്യക്തിയുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. ഈ മണ്ഡലത്തിൽ കറുത്ത പുള്ളി വീഴുന്നത് മാനസിക സമ്മർദ്ദം ഏറുമ്പോഴാണ്. പലവിധ മനോരോഗങ്ങൾക്ക് ഇത് ഇടയാക്കും. അമ്മയ്ക്കോ അമ്മയുടെ സ്ഥാനം അലങ്കരിക്കുന്ന മറ്റാർക്കെങ്കിലുമോ മരണമോ ഗുരുതരമായ രോഗങ്ങളോ ഇതുമൂലം ഉണ്ടാകുന്നതാണ്. സൂര്യമണ്ഡലം മോതിരവിരലിനു താഴെയാണ് സൂര്യമണ്ഡലത്തിൻ്റെ സ്ഥാനം. കർമ്മരംഗത്തെ ഫലപ്രാപ്തി, വിജയം തുടങ്ങിയവ സൂര്യമണ്ഡലത്തിൻ്റെ സ്ഥിതിയിൽ നിന്നും മനസ്സിലാക്കാനാകും. ഈ മണ്ഡലം പുഷ്ടിപ്പെട്ടിരിക്കുന്നത് കർമ്മരംഗത്തെ ശോഭനമാക്കും. മേടമാസത്തിൽ ജനിക്കുന്നവരിലാണ് ഈ മണ്ഡലത്തിൻ്റെ വികാസം മൂലം കൂടുതൽ പ്രയോജനമുണ്ടാകുന്നത്. അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ലൊരു കർമ്മമാർഗത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞേക്കും. സൂര്യമണ്ഡലം ക്രമമായി ഉയർന്നിരിക്കുന്നതും വടുക്കളോ ദോഷകരമായ അടയാളങ്ങളോ ഇല്ലാതിരിക്കുന്നതും വളരെ നല്ലതാണ്. സർക്കാർ ജോലിയോ ക്രമമായ വരുമാനമാർഗമോ ലഭിക്കുമെന്ന് പറയാം. ഒരേ ഒരു രേഖ മാത്രം സൂര്യമണ്ഡലത്തിൽ തെളിഞ്ഞു കണ്ടാൽ അവർക്ക് യോജിച്ച ഒരു തൊഴിൽ ലഭിക്കുമെന്ന് പറയാം. സമ്പത്തും പ്രശസ്തിയും ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. സൂര്യമണ്ഡലത്തിലെ ത്രികോണം കലാരംഗത്ത് വിജയം ഉറപ്പാക്കുന്നു. ഇവിടെ ഒരു ചതുരം കാണുന്നത് വലിയ സാമ്പത്തിക നേട്ടമുണ്ടായാലും സമചിത്തത കൈവിടാത്തതിൻ്റെ സൂചിപ്പിക്കുന്നു. സൂര്യമണ്ഡലത്തിൽ ഒരു വൃത്തമുണ്ടാകുന്നത് വളരെ വലിയ പ്രശസ്തിക്ക് ഇടയാക്കുന്നു. സൂര്യമണ്ഡലത്തിലേക്ക് വരുന്ന സൂര്യരേഖ വളരെ ഉത്തമമാണ്. തെളിഞ്ഞ സൂര്യരേഖ ഉന്നത വിജയത്തെ സൂചിപ്പിക്കുന്നു. സൂര്യരേഖയിൽ കുഴഞ്ഞു മറിഞ്ഞ് നിരവധി രേഖകൾ കാണുന്നത് അശുഭമാണ്. പല ധനാഗമ പദ്ധതികൾ പ്രാവർത്തികമാക്കുമെങ്കിലും ഒന്നിലും വിജയം ലഭിക്കില്ല. നിരവധി ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയാതെ കടന്നുപോകും.
സൂര്യരേഖയിൽ ഒരു കറുത്ത മറുകോ പുള്ളിയോ കണ്ടാൽ സ്ഥാനമാനങ്ങളും ബഹുമാന സാധ്യതകളും പെട്ടെന്ന് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കാം. കർമ്മരംഗത്തെക്കുറിച്ച് ഭംഗിയായ സൂചനകൾ നൽകുന്നതാണ് സൂര്യമണ്ഡലം. ശുക്രമണ്ഡലം. പെരുവിരലിൻ്റെ അടിയിലായി കാണുന്ന കൈത്തലത്തിൻ്റെ ഭാഗമാണ് ശുക്രമണ്ഡലം. ഈ മണ്ഡലത്തെ ചുറ്റിയാണ് ആയുർരേഖ കടന്നുപോകുന്നത്. ഈ മണ്ഡലം വളരെ വിപുലമല്ലാതെ എന്നാൽ പുഷ്ടിപ്പെട്ടിരുന്നാൽ സൗഹൃദത്തിന് വേണ്ടിയുള്ള അഭിവാജ്ഞ, സൗന്ദര്യ ആരാധന, കലാസ്വാദന ശേഷി എന്നിവയെ കാണിക്കുന്നു. ഈ മണ്ഡലം പരന്നിരിക്കുന്നത് ഇതിൻ്റെ നിഷേധഭാവങ്ങൾ പ്രകടമാക്കും. ഈ മണ്ഡലം ക്രമമായി ഉയർന്നിരിക്കുന്നത് എതിർലിംഗത്തെ ആകർഷിക്കാനുള്ള കഴിവിനെ കാണിക്കുന്നു. മേടമാസത്തിലെ ജനനം ഈ മണ്ഡലത്തിന് അത്യുത്തമമാണ്. ഈ മണ്ഡലം ഉയർന്നിരിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ മേൽ അധീശത്വം നേടാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും. ഇവരെ സ്നേഹിക്കുന്നവർക്ക് ഇവരെ വിട്ടു പിരിയാൻ കഴിയില്ല. മറ്റുള്ളവരുടെ സ്നേഹാദരങ്ങൾക്കൊപ്പം അനുസരണയും നേടുവാൻ ശുക്രമണ്ഡലത്തിൻ്റെ ഉയർച്ച സഹായിക്കും. നല്ല ആതിഥേയന്മാരായ ഇവർ സുഹൃത്തുക്കളെ സൽക്കരിക്കുന്നതിൽ അതീവ തൽപരരാണ്. എന്നാൽ ഉള്ളിൽ തോന്നുന്നത് വെട്ടിത്തുറന്ന് പറയാനോ ഉച്ചത്തിൽ ദേഷ്യപ്പെടാനോ ഇവർക്ക് യാതൊരു മടിയും ഇല്ല. ക്ഷിപ്രകോപികളായ ഇവരുടെ ദേഷ്യം അടങ്ങുന്നതിനും ദേഷ്യത്തിന് ഇരയായവരെ സ്നേഹിക്കുന്നതിനും ഇവർക്ക് നിമിഷങ്ങൾ മാത്രം മതി. സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് ഇവരിൽ അധികം പേരും. ശുക്രമണ്ഡലം താഴ്ന്നതോ പരന്നതോ ആയി കാണപ്പെടുന്നത് ശുഭലക്ഷണമല്ല. ഇക്കൂട്ടർ സദാ വിഷമ ചിന്താഗതിക്കാരാണ്. ജീവിതത്തിൽ എത്ര തന്നെ സൗഭാഗ്യങ്ങൾ ലഭിച്ചാലും ഇവർക്ക് സന്തോഷമുണ്ടാകില്ല. എപ്പോഴും വിഷാദമൂകരായിരിക്കും. ഇക്കൂട്ടർ വിഷയാസക്തി ഏറെയുള്ളവരും ലൈംഗിക കാര്യങ്ങളിൽ വലിയ സദാചാര നിഷ്കർഷം ഇല്ലാത്തവരുമാണ്. ഏതൊരു അവസരവും ഉപയോഗപ്പെടുത്താൻ ഇവരുടെ മാനസിക അസ്ഥിരത സമ്മതിക്കുകയില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ മാത്രം വൈദഗ്ധ്യം നേടുന്ന ഇവർ സമർത്ഥരായ അഭിഭാഷകരോ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഭരണതന്ത്രജ്ഞരോ ആകാനാണ് സാധ്യത. വിപുലമായ പാണ്ഡിത്യം നേടുന്നതിൽ ഇവർ തൽപരരല്ല. ശുക്രമണ്ഡലത്തിൽ കുരിശ് കാണുന്നത് പ്രണയത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഒരു കറുത്ത പുള്ളി കാണുന്നത് വളരെ മോശമായ ഒന്നാണ്. ഏതെങ്കിലും ലൈംഗിക രോഗം വരാനുള്ള സാധ്യത അത് കാണിക്കുന്നു. ശുക്രമണ്ഡലത്തിലെ നക്ഷത്രം ഏറ്റവും അടുത്ത വ്യക്തിക്ക് ഉണ്ടാകുന്ന അപകടത്തെയോ മരണത്തെയോ സൂചിപ്പിക്കുന്നു. ആയുർരേഖയോട് വളരെ അടുത്തായി ശുക്രമണ്ഡലത്തിൽ കാണുന്ന ചതുരചിഹ്നം ജയിൽവാസത്തെ സൂചിപ്പിക്കുന്നു. ഏകാന്ത ജീവിതവും ഇതുകൊണ്ട് അർത്ഥമാക്കാം. പെരുവിരലിൻ്റെ താഴത്തെ ഖണ്ഡത്തിൽ നിന്നും ശുക്രമണ്ഡലത്തിലൂടെ ആയുർരേഖയിലേക്ക് നീണ്ടുകിടക്കുന്ന രേഖകൾ മനസ്സിൻ്റെ സ്ഥിരതയില്ലായ്മയെയും മിത്രങ്ങളെയും സൂചിപ്പിക്കുന്നു. പുരുഷന്റെ കയ്യിൽ ഈ രേഖകൾ കൂടുതലായി കാണുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ സ്ത്രീകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് കാണിക്കുന്നു. സ്ത്രീകളുടെ കയ്യിലാണെങ്കിൽ നേരെ തിരിച്ചും. ശുക്രമണ്ഡലത്തിൽ നെടുകയും കുറുകയും നിരവധി രേഖകൾ കാണപ്പെടുന്നത് ആൾ ഒരു വികാര ജീവിയാണെന്ന് കാണിക്കുന്നു. എന്നാൽ മണ്ഡലം പരന്നിരിക്കുന്ന ഒരാളിൻ്റെ കയ്യിൽ ഇതു കണ്ടാൽ സ്ത്രീകൾ നിമിത്തം അയാൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിൽ കുറുകെ കിടക്കുന്ന വരകൾ ഒരാളുടെ ശത്രുക്കളെയും അവരുടെ ശക്തിയെയും കുറിച്ച് പറയുന്നു. വരകൾ തെളിഞ്ഞതും ആഴമുള്ളതുമാണെങ്കിൽ ശത്രു ബലവാനാണെന്ന് വേണം കരുതാൻ. ശുക്രമണ്ഡലത്തിൻ്റെ ഏറ്റവും താഴെയായി കാണുന്ന നക്ഷത്രം ഒരു രഹസ്യബന്ധത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ 3 നക്ഷത്രങ്ങൾ ശുക്രമണ്ഡലത്തിൽ കാണപ്പെടുന്നത് കുടുംബത്തിൽ ആസന്നമായ മരണത്തെ സൂചിപ്പിക്കുന്നു.